ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റ്, നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് സ്റ്റാർ ഇൻ ദ ജാർ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂണിറ്റ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മുടെ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് സ്റ്റാർ ഇൻ ദ ജാർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മുടെ ഒരു കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ, എന്തോ ഒരു തിളങ്ങുന്ന ഒരു വസ്തു നോക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ കഥയിലെ പ്രധാന കഥാപാത്രം, ഈ കുട്ടിയുടെ പേരാണ് ലക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ആദ്യം വൺ ടൈം റീഡ് ചെയ്യാം കേട്ടോ. ലക്കി ഹാഡ് എ ഹോബി ഓഫ് സെർച്ചിങ് ട്രഷേഴ്സ്. ആഫ്റ്റർ എവറി something special. He kept all the treasures in a box, a treasure box. One morning, Lucky saw something special in the garden. അപ്പോൾ ലക്കി നിങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. അപ്പോൾ ലക്കിക്ക് ഒരു ഹോബി ഉണ്ട്. എന്താ ഹോബി എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ ചെയ്യുന്ന നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഓരോ കാര്യങ്ങളിൽ ചില കുട്ടികൾ ചിത്രം വരയ്ക്കും, ചില കുട്ടികൾ അവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത് സ്റ്റാമ്പ് കളക്ഷൻ ആയിരിക്കും, കോയിൻ കളക്ഷൻ ഉണ്ടാവാം, അങ്ങനെ അതെല്ലാം ഹോബിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്കിയുടെ ഹോബി എന്ന് പറയുന്നത് എന്താണ്? അതായത് ട്രഷർ വെച്ചാൽ നിധിയാണ്. അപ്പോൾ ഇതുപോലെ നിധി കണ്ടെത്തുക അല്ലെങ്കിൽ സെർച്ച് തിരയുന്നതാണ് അവൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ആഫ്റ്റർ എവറി സെർച്ച് ഹി വുൾ ഗെറ്റ് സംതിങ് സ്പെഷ്യൽ. അങ്ങനെ ഓരോ തവണ തിരയുമ്പോഴും അവന് ഇൻട്രസ്റ്റിംഗ് ആയി ട്രഷർ എന്ന് വെച്ചാൽ എന്താണ് സ്വർണ്ണമോ അങ്ങനത്തെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവന് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന സാധനങ്ങളാണ് അവന് ട്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവന് സ്പെഷ്യൽ ആയി തോന്നുന്ന കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യും? ഹി കെപ്റ്റ് ഓൾ ദ ട്രഷേഴ്സ് ഇൻ എ ബോക്സ്. അവന് സ്പെഷ്യൽ ആയി തോന്നുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അവനൊരു ബോക്സിനകത്ത് ഇട്ട് വെക്കും. അതാണ് അവൻ്റെ ട്രഷർ ബോക്സ്. One morning, Lucky saw something special in the garden. ഒരു ദിവസം അതുപോലെ അവൻ ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയായിരുന്നു. അവൻ്റെ ഗാർഡൻ എന്ന് വെച്ചാൽ പൂന്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ തിരഞ്ഞ് നടക്കുമ്പോഴാണ് അവൻ നല്ല സ്പെഷ്യൽ ആയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തോ ഒരു സാധനം കാണുന്നു കേട്ടോ. ആര് കണ്ടു? ലക്കി. വാട്ട് ഈസ് ദാറ്റ് സ്പെഷ്യൽ തിങ്? എന്തായിരിക്കും അവൻ അവിടെ കണ്ടിട്ടുണ്ടാവുക? സ്പെഷ്യൽ തിങ് എന്തായിരിക്കും? നമുക്ക് പാഠം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവേ. Hey Lucy, come. Here is something special. Lucky called out to his sister. അപ്പോൾ നമ്മുടെ ലക്കി അവൻ്റെ സിസ്റ്ററിനെ, ഇവിടെ ചേച്ചി അനിയത്തി പറയുന്നില്ല, ഇവിടെ ചേച്ചി ആയിരിക്കും ചിത്രത്തിൽ. അങ്ങനെ നമ്മുടെ ലക്കിനെ കുറച്ച് വലിയ കുട്ടിയാണ്. അപ്പം അവൻ്റെ ചേച്ചി ആയിരിക്കും നമ്മുടെ ലൂസി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം അവൻ ചേച്ചി വിളിച്ചു. ലക്കി അവൻ്റെ ചേച്ചി വിളിക്കുകയാണ്. അവൻ്റെ ചേച്ചിയുടെ പേരെന്താ? ലൂസി കേട്ടോ. അപ്പോൾ ഈ ന്യൂ വേർഡ്സ് നിങ്ങൾ സ്പെല്ലിംഗ് പഠിക്കുക. ഇവിടെ ട്രഷർ എന്നുള്ളതൊക്കെ നമ്മുടെ ന്യൂ വേർഡ്സ് ആണ് അല്ലേ, ഹോബി, ട്രഷർ ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ന്യൂ വേർഡ്സിൻ്റെ ഒക്കെ സ്പെല്ലിംഗ് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ലക്കി ലൂസിയെ വിളിച്ചു. ലൂസി ഓടിവാ, ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ലക്കി came up to ലക്കി. ലൂസി came up to ലക്കി. ലൂസി അപ്പോൾ വേഗം വന്നു ലക്കിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. See this, it's nice, isn't it? He asked. I think it's a toy star, Lucy said. No, this is not a toy star. It is a special treasure, said Lucky. അപ്പം നമ്മുടെ ലക്കീൻ്റെ അടുത്തോട്ട് ആര് വന്നു? ലൂസി വന്നു കേട്ടോ. അപ്പം നമ്മുടെ ലക്കി എന്തോ കാണിച്ചിട്ട് പറയണം, നോക്കിയത്, see this, it's nice, isn't it? നോക്ക്, നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ലതെന്ന് ആര് ചോദിക്കുകയാണ്? ലക്കി ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ലൂസി പറഞ്ഞു, I think it's a toy star. എനിക്ക് തോന്നുന്നത് ഇതൊരു ടോയ് സ്റ്റാർ ആണ്, ഒരു കളിപ്പാട്ടത്തിന്റെ സ്റ്റാർ പോലത്തെ ഒരു കളിപ്പാട്ടമാണെന്ന് ലൂസി പറയാണ്. അപ്പൊ അവരെന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക? അതെ, ഒരു കളിപ്പാട്ടം പോലത്തെ ഒരു സ്റ്റാർ ആയിരിക്കും, ഒരു നക്ഷത്രമാണ് അവർ കണ്ടത് കേട്ടോ. നിലത്ത് കിടക്കുന്ന ഒരു നക്ഷത്രം കാണുകയാണ്. അപ്പൊ നമ്മുടെ ലക്കി പറയാണ്, നോ ദിസ് ഇസ് നോട്ട് എ ടോയ് സ്റ്റാർ. ഇല്ലല്ല, ഇത് ഒരു കളിപ്പാട്ടമല്ല, അതായത് കളിപ്പാട്ടത്തിന്റെ സ്റ്റാറിന്റെ രൂപമുള്ള ഒരു കളിപ്പാട്ടമല്ല. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രഷറാണ്, ഒരു വളരെ പ്രത്യേകതകളുള്ള ഒരു നിധിയാണ്, ഒരു ട്രഷറാണിത് എന്ന് നമ്മുടെ ലക്കി പറയാണ്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ട്രഷർ? ആ ട്രഷർ, അവനിപ്പോൾ കിട്ടിയ ട്രഷറിന്റെ എന്ത് പ്രത്യേകതയാണ് ആ ട്രഷറിനുള്ളത്? ദ ട്രഷർ ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ. ഒരു സ്റ്റാർ പോലെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നത്? ഒരു സ്റ്റാർ പോലെയാണ് ഉണ്ടായിരുന്നത് അല്ലേ, അതായത് ലൈക്ക് എ സ്റ്റാർ പോലെയാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് പേജ്. The treasure looked like a star. അത് കാണാൻ, അവൻ്റെ നിധി എന്ന് പറഞ്ഞാൽ ട്രഷർ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നത്? സ്റ്റാർ പോലെ ഉണ്ടായിരുന്നു അല്ലേ. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി. അത് കാണാൻ അതെങ്ങനെയായിരുന്നു? നല്ല കട്ടി ഉണ്ടായിരുന്നു, അതുപോലെ ഗ്ലോസി, നല്ല തിളക്കം ഉണ്ടായിരുന്നു. ആൻഡ് എ ലിറ്റിൽ ഹെവി ടു. പിന്നെ അത് എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഭാരം ഉണ്ടായിരുന്നു. പക്ഷെ ലക്കിക്ക് എടുക്കാൻ പറ്റും, എന്നാലും കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ബട്ട് ഇറ്റ്സ് നോട്ട് എ ടോയ് സ്റ്റാർ.
Lucky took the treasure in his hands. What is it then? Lucky, do you have any idea? Lucy asked. അപ്പൊ നമ്മുടെ ആ ട്രഷർ കാണാൻ എങ്ങനെയായിരുന്നു? The treasure looked like a star. It was thick and glossy and a little heavy too. അല്ലേ? അപ്പൊ നമ്മുടെ ലക്കി പറയാണ്, it looks very beautiful, but it's not a toy star. എന്ത് പറഞ്ഞു? അതെ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇത് എന്തല്ല, ഒരു ടോയ് സ്റ്റാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്കി എന്ത് ചെയ്തു? അവൻ ആ ട്രഷർ അവന്റെ കയ്യിലെടുത്തു. അപ്പൊ നമ്മുടെ ലൂസി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇറ്റ് ദെൻ? പിന്നെ എന്തായിരിക്കും? ലക്കി, ഡു യു ഹാവ് എനി ഐഡിയ? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് എന്തായിരിക്കും നിനക്ക് അറിയോ എന്ന് നമ്മുടെ ലൂസി ചോദിക്കുകയാണ്, ലക്കിയോട് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദാറ്റ് ട്രഷർ? എന്തായിരിക്കും ആ ട്രഷർ? എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പേജ് ഇവിടെ ആദ്യം റീഡ് ചെയ്യാം. Whose treasure is this? Let's find the owner and give it back. Lucy said. Let's ask Millie. The children went to Millie's house. അപ്പോൾ അവർക്ക് അറിയുന്നില്ല അല്ലെ, അത് എന്ത് ട്രഷറാണ്, അത് ആരുടെ ട്രഷർ ആണെന്ന് അറിയുന്നില്ല. അപ്പൊ നമ്മുടെ ലൂസി പറഞ്ഞു, എന്ത് പറഞ്ഞു? ആരുടെ ആയിരിക്കും ഈ ട്രഷർ? ആരുടെ ആയിരിക്കും? നമുക്കിതിന്റെ ഓണറിനെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു കൊടുക്കാന്ന് പറയുകയാണെ. അപ്പം അവരെന്ത് ചെയ്തു? Let's ask Millie. The children went to Millie's house. എന്നിട്ട് എന്ത് പറഞ്ഞു? നമുക്ക് മിലിയോട് ചോദിക്കാം. മിലി ആരാണ്? അവരുടെ കൂട്ടുകാരി ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് മിലിയോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എന്ത് ചെയ്തു? മിലിയുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. അവിടെ ചോദ്യമുണ്ട്, ഈസ് ദാറ്റ് മിലീസ് ട്രഷർ? മിലിയുടെ ട്രഷർ ആയിരിക്കുമോ? നമുക്ക് വായിച്ചു നോക്കാം. ലക്കി ആൻഡ് ലൂസി വെന്റ് ടു മില്ലി. അങ്ങനെ ലക്കി ലൂസിയും കൂടെ മിലിയുടെ വീട്ടിലോട്ട് പോയി. മിലി, ഹേ മിലി, ലക്കി കോൾഡ് ഔട്ട്. മിലി ആൻഡ് ഹെർ മദർ കെയിം ഔട്ട്. അപ്പൊ ഇവർ രണ്ടാം കൂടെ ലക്കി വിളിക്കുകയാണ്. ലക്കി ആര് വിളിച്ചു? മിലിയെ വിളിച്ചു. മിലി വന്നിട്ട് വിളിക്കുകയാണ്. അങ്ങനെ മിലിയും അവളുടെ അമ്മയും കൂടെ പുറത്തു വന്നു. See this, we caught it from the garden. Is it yours? Lucky asked. അപ്പൊ മിലിയെ കണ്ടപ്പോഴേ നമ്മുടെ ലക്കി ചോദിക്കുകയാണ്, നോക്ക്, ഇത് നോക്ക്, ഇത് ഞങ്ങൾക്ക് എന്ത് കാണിക്കുകയാണ്? ആ സ്റ്റാർ കാണിച്ചിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്, ഇത് നിന്റെയാണോ എന്ന് ലക്കി ചോദിച്ചു. No, this is not mine. മിലി. അപ്പൊ നമ്മുടെ നോക്കിയിട്ട് മിലി പറഞ്ഞു, ഇല്ലല്ല, ഇത് എന്റെ അല്ല എന്ന് മിലി പറഞ്ഞു. Then whose treasure is this? Lucky had no idea. അപ്പൊ അവരിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ ലക്കി ഇങ്ങനെ ചിന്തിക്കുക, പിന്നെ ഇത് ആരുടെ ആയിരിക്കും എന്നിങ്ങനെ ലക്കി ചിന്തിക്കുകയാണ് കേട്ടോ. ലക്കിക്ക് ഒരു പിടുത്തൂല്ല അത് ആരുടെയാണെന്ന്. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? ഇസ് ദാറ്റ് മിലീസ് ട്രഷർ? മിലിയുടെ ട്രഷർ ആണോ? നോ അല്ലേ, മിലിയുടെ അല്ലാതെ. നെക്സ്റ്റ് പേജ്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ല അല്ലെ, അത് ആരുടെ ട്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്തായിരിക്കും? നമുക്ക് നമ്മുടെ ലക്കിക്ക് എന്ത് ഓണറെ കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് അടുത്ത പേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ലക്കി ആസ്ക്ഡ് മെനി അതർ ഫ്രണ്ട്സ് അബൌട്ട് ദ ട്രഷർ. അങ്ങനെ ലക്കി കുറെ പേരെടുത്തൊക്കെ ചോദിച്ചു കേട്ടോ, ഇത് നിങ്ങളുടെ ആണോ, നിങ്ങളുടെ ട്രഷർ ആണോ, നിങ്ങളുടെ ട്രഷർ ആണോ എന്ന് ചോദിച്ചിട്ട് ലക്കി എന്ത് ചെയ്തു? കുറെ പേരെടുത്ത് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു. ബട്ട് ഹി കുഡിന്റ് ഫൈൻഡ് ദ ഓണർ. Keep it, he decided. പക്ഷെ അവന് അതിന്റെ ഓണറെ മാത്രം കണ്ടില്ല. അങ്ങനെ അവൻ എന്ത് തീരുമാനിച്ചു? ശരി, എന്നാൽ ഞാൻ ഇത് സൂക്ഷിക്കാം എന്ന് ലക്കി തീരുമാനിച്ചു. Where will Lucky keep the treasure? അങ്ങനെയാണെങ്കിൽ അവൻ ആ ട്രഷർ എവിടെയായിരിക്കും സൂക്ഷിക്കുക? വായിച്ചു നോക്കാം. Where shall I keep it? My treasure box is full. Lucky thought. ഞാൻ ഇത് എവിടെ സൂക്ഷിക്കും? എന്റെ ട്രഷർ ബോക്സ് ആണെങ്കിൽ നിറഞ്ഞു പോയി, ഫുള്ളായി, ഇത് സൂക്ഷിക്കാനുള്ള സ്ഥലം അതിലില്ല. ലക്കി ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? He went to the kitchen and took a big glass jar. Then he put the treasure in it. That's quite nice. He liked his new treasure. Lucky placed the jar on his table. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ അടുക്കളയിൽ പോയി, അടുക്കള അല്ലെ, അടുക്കളയിൽ പോയിട്ട് അവിടെ നിന്ന് വലിയ ഗ്ലാസിന്റെ ജാർ എടുത്തിട്ട് വന്നു. ഓക്കെ, എന്നിട്ട് അവൻ ആ ട്രഷർ അതിനുള്ളിൽ ഇട്ടു. എന്നിട്ട് അവന് ഇഷ്ടമായി. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്, നന്നായിട്ടുണ്ടെന്ന് അവൻ സ്വയം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? He liked his new treasure. അവന്റെ ന്യൂ ട്രഷറിന് ഭയങ്കര ഇഷ്ടമായി. ലക്കി പ്ലേസ്ഡ് ദ ജാർ ഓൺ ഹിസ് ടേബിൾ. എന്നിട്ട് ആ ജാർ കൊണ്ടുപോയിട്ട് അവന്റെ ടേബിളിന് മുകളിൽ കൊണ്ടുവച്ചു. അപ്പൊ where will Lucky keep the treasure? എന്റെ ആൻസർ കിട്ടിയില്ലേ? He went to the kitchen and took a big glass jar. Then he put the treasure in it and placed the jar on his table. Will Lucky's parents allow him to keep the jar there? അപ്പൊ ലക്കിയുടെ പാരന്റ്സ് ആ ജാർ അവിടെ വെക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവോ? സമ്മതിച്ചിട്ടുണ്ടാവില്ലേ? കാരണം അത് അവന്റെ ടേബിളിലായിരിക്കും അവൻ വെച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അവർ സമ്മതിച്ചിട്ടുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജിലോട്ട് പോകാം. In the evening, Lucky came back to his room. What a surprise!
The treasure in the jar was shining. അങ്ങനെ വൈകുന്നേരമായി ലക്കി തിരിച്ചു വരികയാണ്. അവൻ്റെ റൂമിലോട്ട് എന്താ കാണുന്നത്? അവൻ ആ ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചിട്ടുള്ള ആ ട്രഷർ തിളങ്ങുന്നു, നല്ല തിളക്കം. ഓക്കെ, അവൻ വളരെയധികം സർപ്രൈസ്ഡ് ആയി. ഈസ് ദ ട്രഷർ റിയലി എ സ്റ്റാർ? വാട്ട് ഡു യു തിങ്ക്? ആ സ്റ്റാർ അത് റിയൽ ആയിട്ടത് സ്റ്റാർ ആയിരിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് ചോദ്യം. സോ നമുക്ക് എന്ത് എഴുതാം? യാ, ഐ തിങ്ക് ഇറ്റ് ഈസ് എ സ്റ്റാർ. അല്ലേ, അത് സ്റ്റാർ ആയിരിക്കാം നമുക്ക് എഴുതാം. നെക്സ്റ്റ്, the light from the treasure spread all over the room. Oh, shines so bright, said Lucky in wonder. അപ്പോൾ അവൻ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? റൂം മുഴുവൻ പരന്നിരിക്കുന്നു, റൂം മുഴുവൻ വെളിച്ചം, ആ സ്റ്റാറിന്റെ വെളിച്ചമാണ്. അപ്പൊ അവൻ എന്താ പറയുന്നത്? ഓ, യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, നീ നന്നായി പ്രകാശിക്കുന്നുണ്ടല്ലോ എന്ന് ഇവിടെ ലക്കി വല്ല അത്ഭുതത്തോടെ നോക്കുകയാണ് കേട്ടോ. ദ ട്രഷർ ബ്ലിങ്ക്ഡ് വൺസ്. അപ്പൊ അതിങ്ങനെ എന്ത് ചെയ്തു? ലൈക്ക് എന്താ, നമ്മൾ മിന്നി തിളങ്ങുകയാണ് കേട്ടോ. ഇറ്റ് വാസ് എ ലിറ്റിൽ ഹോട്ട് ഇൻസൈഡ് ദ റൂം. ലക്കി ഓപ്പൺ ദ വിൻഡോ. ദ സ്കൈ വാസ് ഫുൾ ഓഫ് സ്റ്റാർസ്. സഡൻലി സംതിങ് അപ്പ് ഇൻ ദ സ്കൈ. അപ്പോൾ റൂമിനുള്ളിൽ നല്ല ചൂടായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അതൊക്കെ ജനൽ തുറന്നു. അപ്പോൾ അവൻ ആകാശത്ത് എന്താ കാണുന്നത്? ദ സ്കൈ വാസ് ഫുൾ ഓഫ് സ്റ്റാർ. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളാണ്. പെട്ടെന്നാണ് അവൻ ആകാശത്ത് ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് അവൻ എന്തോ കണ്ടു ആകാശത്ത്. സ്കൈ എന്ന് വെച്ചാൽ ആകാശം. അപ്പൊ ഹി നോട്ടീസസ് സംതിങ് എന്ന് വെച്ചാൽ ആകാശത്ത് എന്തോ കാണണം, എന്തോ അവൻ പെട്ടെന്ന് കണ്ടു. വാട്ട് ഡിഡ് ലക്കി സീ ഇൻ ദ സ്കൈ? അപ്പൊ എന്തായിരിക്കും അവൻ ആകാശത്തിൽ കണ്ടത് എന്ന് നമുക്ക് നെക്സ്റ്റ് പേജ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ലക്കി saw a message in the sky. Lost a little star. Lucky looked at the glowing treasure in surprise. അപ്പോൾ ആകാശത്ത് കാണും, ചിത്രം കണ്ടോ? ആകാശത്തേക്ക് നോക്കുകയാണ്. ഇതിലേക്കൂടെ നോക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു മെസ്സേജ് എഴുതി വെച്ചിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. ഒരു ചെറിയ നക്ഷത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? അപ്പൊ അവന് മനസ്സിലായി അവന്റെ കയ്യിലിരിക്കുന്ന ആ ലിറ്റിൽ സ്റ്റാർ നഷ്ടപ്പെട്ട ആ കുട്ടി നക്ഷത്രമാണ് എന്റെ കയ്യിലിരിക്കുന്ന ആ ട്രഷർ എന്ന് നമ്മുടെ ലക്കിക്ക് മനസ്സിലായി ട്ടോ. നെക്സ്റ്റ് പേജ്. The treasure is shining now, just like a star. Is it really a star? How did it come here? Lucky got confused. അപ്പൊ അവന് അത് നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു, ഒരു സ്റ്റാർ പോലെ അത് തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ അവനെ ചിന്തിക്കണോ, ഇത് ശരിക്കും ഒരു സ്റ്റാർ ആയിരുന്നോ? ഇത് എങ്ങനെയാ ഇവിടെ വന്നത്? അവന് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയില്ലേ? അവന് ഉത്തരം കിട്ടുന്നില്ല. ഇത് എങ്ങനെ ഇവിടെ എത്തി? ആകാശത്തുള്ള സ്റ്റാർ നക്ഷത്രം എങ്ങനെ ഇവിടെ എത്തിയെന്ന് അവനാകെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈസ് ദ ട്രഷർ റിയലി സ്റ്റാർ? യെസ്. അല്ലേ, യെസ്, the treasure is really star. Are you that missing star? Lucky took the treasure out of the jar and went near the window. അപ്പൊ അവൻ സ്വയം ആ നക്ഷത്രത്തോട് ചോദിക്കുകയാണ്, നീയാണോ ആ മിസ്സിംഗ് സ്റ്റാർ? നീയാണോ എന്ന് ചോദിച്ചു. അവൻ എന്ത് ചെയ്തു? ആ ട്രഷർ ഔട്ട് ഓഫ് ദ ജാർ, ആ ജാറിന്ന് പുറത്തെടുത്തു, ആ നക്ഷത്രത്തെ പുറത്തെടുത്തു. എന്നിട്ട് ജനലിന്റെ അടുത്ത് പോകണം, വെൻ നിയർ ദ വിൻഡോന്റെ അടുത്ത് പോയി. ദ ട്രഷർ ഷോൺ എവർ ബ്രൈറ്റർ. അപ്പൊ അത് കൂടുതൽ തിളങ്ങാൻ തുടങ്ങി അല്ലേ? വൗ, ആർ യു എ റിയൽ സ്റ്റാർ? ലക്കി വാസ് ത്രിൽഡ്. അപ്പൊ ലക്കിക്ക് എന്ത് മനസ്സിലായി? നീ ഒരു റിയൽ സ്റ്റാർ തന്നെയാണെന്ന് മനസ്സിലായി. ഭയങ്കര ത്രില്ലാവാൻ തുടങ്ങി. ഡു യു വോണ്ട് ടു ഗോ ബാക്ക്? നിനക്ക് തിരിച്ചു പോകണോ എന്ന് ചോദിക്കുകയാണ്. ദ ലിറ്റിൽ സ്റ്റാർ ട്വിങ്കിൾഡ് ജെന്റ്ലി. അപ്പൊ അത് മിന്നി തിളങ്ങി അല്ലെ? വീണ്ടും അത് ഇങ്ങനെ എന്താണ്, ഒന്നും കൂടെ തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ യെസ് പറയുന്ന പോലെ അല്ലേ? ഡോണ്ട് വറി, ഐ വിൽ കീപ് യു റീച്ച് ദ സ്കൈ. നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ആകാശത്ത് എത്തിക്കാൻ വേണ്ടി ഞാൻ നിന്നെ സഹായിക്കാന്ന് പറയുകയാണ്. ഹൗ വിൽ ലക്കി ഹെൽപ് ദ സ്റ്റാർ റീച്ച് ദ സ്കൈ? അപ്പൊ എങ്ങനെയായിരിക്കും ലക്കി നമ്മുടെ ലിറ്റിൽ സ്റ്റാറെ ആകാശത്ത് എത്താൻ സഹായിക്കുക എന്ന് നമുക്ക് നെക്സ്റ്റ് പേജിൽ ഇതിന്റെ ആൻസർ ഉണ്ട്. ലക്കി കോൾഡ് ഹിസ് സിസ്റ്റർ ലൂസി. ലുക്ക് അറ്റ് ദാറ്റ് മെസ്സേജ്. ലൂസി റീഡ് ദ മെസ്സേജ് ഇൻ ദ സ്കൈ. കം, ലെറ്റ്സ് ഡു സംതിങ്, ലക്കി സെഡ്. ലൂസി ആൻഡ് ലക്കി വെന്റ് ഔട്ട് ഓഫ് ദ റൂം വിത്ത് ദ ജാർ. അങ്ങനെ ലക്കി അപ്പൊ വീണ്ടും അവന്റെ സിസ്റ്ററിനെ വിളിച്ചു. ലൂസി വന്നു. എന്നിട്ട് ലൂസിന്റെ അടുത്ത് പറയണു, ലുക്ക് അറ്റ് ദാറ്റ് മെസ്സേജ്. ലൂസി റീഡ് ദ മെസ്സേജ് ഇൻ ദ സ്കൈ. എന്നിട്ട് ആകാശത്തിലെ മെസ്സേജ് കാണിച്ചിട്ട് പറയാണ്, നോക്കാം മെസ്സേജ് എന്താന്ന് നോക്കാൻ പറയാണ്. അപ്പൊ നമ്മുടെ ലൂസി ആ മെസ്സേജ് റീഡ് ചെയ്തു, വായിച്ചു. അപ്പൊ ലക്കി പറയാണ്, കം, ലെറ്റ്സ് ഡു സംതിങ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുകയാണ്. ലക്കി പറഞ്ഞു. അങ്ങനെ ലൂസിയും ലക്കിയും കൂടെ ജാറും എടുത്തിട്ട് റൂമിൽ നിന്ന് പുറത്തു പോയി. What will they do now? അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? Lucky held the little star up and yelled out to the sky. Hey, look, your little star is here. But there was no reply. അപ്പോൾ ലക്കി എന്ത് ചെയ്തു? ആ ലിറ്റിൽ സ്റ്റാർ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്. yelled എന്ന് വെച്ചാൽ
നിലവിളിക്കുക ഉറക്കെ പറയുകയാണ് കേട്ടോ. ഏയ് ലുക്ക് യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ, നോക്ക് നിങ്ങളുടെ ലിറ്റിൽ സ്റ്റാർ ഇവിടെയാണുള്ളത്. പക്ഷെ അവിടെ എന്തെങ്കിലും റിപ്ലൈ വന്നോ? അവിടെ ആൻസർ ഒന്നും വന്നില്ല. ബട്ട് ദർ വാസ് നോ റിപ്ലൈ എന്ന് വെച്ചാൽ അവിടെ ഉത്തരമൊന്നും വന്നില്ല. ദ സ്റ്റാർസ് ആർ ഫാർ എവേ ഫ്രം us, ദേ മേ നോട്ട് ഹിയർ us, സെഡ് ലൂസി. അപ്പൊ ലൂസി പറഞ്ഞു ആ നക്ഷത്രങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അവർക്ക് നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ലക്കി എന്ത് ചോദിച്ചു? വാട്ട് ക്യാൻ വി ഡു നൗ, ലക്കി ആസ്ക്ഡ്. അപ്പൊ ലക്കി ചോദിക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ എന്തായിരിക്കും ഇനി ആ കുട്ടികൾ ചെയ്യാൻ പോകുന്നത്? വാട്ട് വിൽ ദ ചിൽഡ്രൻ ഡു നൗ? നെക്സ്റ്റ് പേജ് നോക്കൂ. It may fly sometimes, said Lucy. Let's show it to the sky. Let it fly. Lucy and Lucky went to the backyard of their house. അങ്ങനെ അവരെന്ത് ചെയ്തു? അപ്പൊ ലൂസിക്ക് ഒരു ഐഡിയ തോന്നി. ഇനി ഈ നക്ഷത്രത്തിന് പറക്കാനുള്ള കഴിവുണ്ടെങ്കിലോ? അതെ, അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? പറക്കുമെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ആകാശത്ത് ലെറ്റ് ഇറ്റ് ഷോ ഇറ്റ് ടു ദ സ്കൈ, ലെറ്റ് ഇറ്റ് ഫ്ലൈ. നമുക്കിത് ആകാശത്തേക്ക് കാണിക്കാം, അപ്പൊ ഈ നക്ഷത്രത്തെ കാണിക്കാം, അപ്പൊ ഇത് പറക്കണമെങ്കിൽ പറന്നു പോട്ടെ. അങ്ങനെ ലൂസിയും ലക്കിയും കൂടെ വീടിന്റെ പുറകുവശത്ത് വന്നു. ആൻഡ് ക്യാൻ ദ ലിറ്റിൽ സ്റ്റാർ ഫ്ലൈ അപ് ടു സ്കൈ? നോക്കാം, നമുക്ക് ലിറ്റിൽ സ്റ്റാർ പറക്കുമെന്ന് നോക്കാം. The children brought a ladder. Lucky climbed up the ladder. He opened the jar and held it over his head. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ കുട്ടികൾ എന്ത് ചെയ്തു? ഒരു ലാഡർ എടുത്തിട്ട് വന്നു. ലാഡർ എന്ന് വെച്ചാൽ ഏണി, ഒരു ഏണി എടുത്തിട്ട് വന്നു. ലക്കി ക്ലൈംബഡ് അപ്പ് ദ ലാഡർ. ലക്കി ആ ലാഡറിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. എന്നിട്ട് he opened the jar and held it over his head. എന്നിട്ട് അത് പറന്നു പോകാൻ വേണ്ടി പക്ഷികളെയൊക്കെ തുറന്നു വിടില്ലേ, അതേപോലെ ആ നക്ഷത്രത്തെ ജാറിൽ നിന്ന് തുറന്നിട്ട് അവനിങ്ങനെ പൊക്കി പിടിക്കണം. അത് പറന്നു പോയിക്കോട്ടെ പറഞ്ഞിട്ട് പൊക്കി പിടിക്കുകയാണ് കേട്ടോ. പറന്നു പോയിട്ടുണ്ടാവുമോ? നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കൂ. Now fly up, he said to the little star, but it didn't move. Lucky felt sad. I have an idea, Lucy said. എന്നിട്ട് പൊക്കി പിടിച്ചിട്ട് ലക്കി പറയുകയാണ് ഇനി നീ പറന്നു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ലിറ്റിൽ സ്റ്റാർ പക്ഷീന്റെ കൂട്ടും തുറന്നു വിടുന്ന പോലെ പൊക്കി പിടിച്ചിട്ട് പറയുകയാണ്. പക്ഷെ ആ നക്ഷത്രം ആ ജാറിന് നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ലക്കിക്ക് ഒരുപാട് സങ്കടമായി. അപ്പൊ നമ്മുടെ ലൂസി പറഞ്ഞു എനിക്കൊരു ഐഡിയ വരുന്നു, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നത് ലൂസി പറയുകയാണ്. അപ്പൊ എന്തായിരിക്കും ലൂസിയുടെ ഐഡിയ? എന്തായിരിക്കും നോക്കൂ. ലൂസി ലക്കിയോട് പറയാണ് collect some candles quick, said Lucy. Lucky ran inside the house. He collected some candles from the cupboard. Lucky and Lucy lit all the candles. They arranged them on the terrace. The candle lights together formed a message. അപ്പോൾ നമ്മുടെ ലൂസി പറഞ്ഞു വേഗം പോയിട്ട് കുറച്ച് കാൻഡിൽസ് എടുത്തിട്ട് വാ. കാൻഡിൽസ് വെച്ച് മെഴുകുതിരി, വേഗം പോയിട്ട് കുറച്ച് മെഴുകുതിരി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ലക്കി ran inside the house. വേഗം ലക്കി വീട്ടിലോട്ട് ഓടിപ്പോയി. He collected some candles from the cupboard. കബോർഡിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മെഴുകുതിരികൾ എടുത്തിട്ട് വന്നു. Lucky and Lucy lit all the candles. ലക്കി ലൂസിയും കൂടെ എല്ലാ കാൻഡിൽസും തെളിച്ചു, അതായത് കത്തിച്ചു വെച്ചു. They arranged them to the terrace. ടെറസിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. The candle light together formed a message. അപ്പൊ എല്ലാം ചേർത്ത് വെച്ചിരുന്ന ഒരു രീതിയിലാണ്, ഒരു മെസ്സേജ് എഴുതുന്ന രീതിയിലാണ് അവര് എന്ത് ചെയ്തിരിക്കുന്നത്? ആ മെഴുകുതിരികളെല്ലാം കത്തിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ആ മെസ്സേജ് നോക്കൂ. ലക്കി ആൻഡ് ലൂസി പ്രിപ്പയർഡ് എ മെസ്സേജ് വിത്ത് കാൻഡിൽ ലൈറ്റ്സ്. കണ്ടു ചിത്രത്തിൽ കാണുന്ന പോലെ യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. അവരെന്താ എഴുതിയത്? നിങ്ങളുടെ ലിറ്റിൽ സ്റ്റാർ ഇവിടെയുണ്ട് എന്ന് എഴുതി വെച്ചു. ക്യാൻ ദേ റീഡ് അവർ മെസ്സേജ്, ലക്കി ആസ്ക്ഡ്. അപ്പൊ ലക്കി ചോദിക്കുകയാണ്, അവർ അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം ലക്കി ചോദിക്കുകയാണ് അവർ ഈ മെസ്സേജ് വായിക്കുമോ? ലെറ്റ്സ് വെയിറ്റ് ഹിയർ, ലൂസി സെഡ്. അപ്പൊ എന്ത് പറഞ്ഞു? നമുക്കിവിടെ കാത്തിരിക്കാന്ന് പറയാണ്. ദേ വെയിറ്റഡ് ദെയർ ഫോർ സം ടൈം. അങ്ങനെ അവർ കുറച്ച് നേരം അവിടെ കാത്തിരുന്നു. Will the star read the message? What will they do? അവർ ആ മെസ്സേജ് വായിച്ചിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും അല്ലേ. അപ്പോഴാണ് അവർ കുറച്ച് നേരം കഴിഞ്ഞു പോയി ഒരു സൗണ്ട് കേട്ടു. ഫിസ്. They heard a crackling sound from the sky. Something was coming down like a string of lights. The stars in the sky came down as a glittering chain. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ. അതെന്താണ്? ആകാശത്ത് നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ താഴോട്ട് വരികയാണ്. അവർ കാണുകയാണ് സംതിങ് വാസ് കമ്മിങ് ഡൗൺ ലൈക്ക് എ സ്ട്രിങ് ഓഫ് ലൈറ്റ്സ്. അതായത് സ്ട്രിങ്, ഒരു വള്ളി പോലെ, എന്താണ് ലൈറ്റ്സിന്റെ ഒരു വള്ളി പോലെ താഴോട്ട് വരികയാണ്. ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ കേം ഡൗൺ ആസ് എ ഗ്ലിറ്ററിങ് ചെയിൻ. ആ തിളങ്ങുന്ന ചെയിൻ പോലെ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒഴുകി താഴോട്ട് വരികയാണ്. അപ്പൊ എന്തായിരിക്കും? വാട്ട് വിൽ ദ സ്റ്റാർസ് ഡു? സ്റ്റാർസ് എന്ത് ചെയ്തു? Lucky held the jar up. The chain of stars lifted the little star gently. Then they went back to the sky. The children gazed at the string of stars in surprise. അങ്ങനെ ലക്കി എന്ത് ചെയ്തു? ആ ജാർ തുറന്ന് നമ്മുടെ ലിറ്റിൽ സ്റ്റാറിനെ കാണിച്ചു കൊടുത്തു. The chain of stars lifted the little star gently. അങ്ങനെ ആ ചെയിൻ ഓഫ് വന്ന എല്ലാ സ്റ്റാർസും കൂടെ ചേർന്ന് ആ ലിറ്റിൽ സ്റ്റാറിനെ അവിടെ നിന്ന് പതുക്കെ എടുത്തുകൊണ്ട് വീണ്ടും ആകാശത്തോട്ട് പറന്നു പോയി അല്ലേ. അപ്പൊ ഈ കുട്ടികൾ ആ സ്ട്രിങ് ഓഫ് സ്റ്റാർസ്, അത്രയും നക്ഷത്രങ്ങളെ വളരെ സർപ്രൈസ് ആയിട്ട് അവർ നോക്കി നിൽക്കുകയാണ് കേട്ടോ കുട്ടികൾ. വിൽ ലക്കി ബി സാഡ് ഓർ ഹാപ്പി? വൈ? അപ്പൊ ഇതിന്ന്
അപ്പോൾ നമ്മുടെ ലക്കിക്ക് സന്തോഷമായിട്ടുണ്ടാവോ സങ്കടമായിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? ഹി ബിക്കെയിം ഹാപ്പി ബിക്കോസ് ഹി ഫൗണ്ട് ദി ഓണർ ഓഫ് ദ ട്രഷർ അല്ലെ? ആ ട്രഷറിന്റെ റിയൽ ആയിട്ടുള്ള ഓണറെ കണ്ടെത്താൻ നമ്മുടെ ലക്കിക്ക് സാധിച്ചു. അവൻ തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം നക്ഷത്രത്തിൽ നമ്മുടെ ലിറ്റിൽ സ്റ്റാർ ആകാശത്തെത്തി. അവിടെ നിന്ന് എല്ലാ നക്ഷത്രങ്ങളും ചേർന്ന് എല്ലാ സ്റ്റാർസും ചേർന്ന് കുട്ടികൾക്ക് എന്ത് പറയാണ്? താങ്ക് യു ഫ്രണ്ട്സ് എന്ന് പറയാണ് അല്ലെ? എഴുതി കാണിച്ചു. Finally, we found the owner of the treasure, Lucky said happily. Then a message appeared in the sky. Thank you, friends. All the stars twinkled together. The children's eyes also glittered like stars. അങ്ങനെ നമ്മുടെ ട്രഷറിന്റെ റിയൽ ഓണറിനെ കണ്ടെത്താൻ സാധിച്ചില്ല. നമ്മുടെ ലക്കിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ അവര് ആകാശത്ത് എന്താ വീണ്ടും കാണുന്നത്? നക്ഷത്രങ്ങൾ വീണ്ടും ഒരു മെസ്സേജ് എഴുതി കാണിക്കുകയാണ് അല്ലെ? താങ്ക്സ് പറഞ്ഞിട്ട് മെസ്സേജ് എഴുതി കാണിച്ചു. ഇത് കണ്ട് കുട്ടികൾക്ക് രണ്ടാൾക്കും ലക്കിക്കും ലൂസിക്കും ഒരുപാട് സന്തോഷമായി. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റോറി. നമ്മുടെ ലക്കിയുടെയും ലൂസിന്റെയും നമ്മുടെ ലിറ്റിൽ സ്റ്റാറിന്റെ ഒക്കെ സ്റ്റോറി ആയിരുന്നു. അപ്പൊ എല്ലാ കൂട്ടർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു. സ്റ്റോറി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പാഠത്തിന്റെ അവസാനം ഒരു ചെറിയൊരു നമ്മുടെ സ്റ്റാറിന്റെ തന്നെ ഒരു ചെറിയൊരു പോമും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ വായിച്ചിട്ട് പോവാം. പോമിന്റെ പേര് സ്റ്റാറി നൈറ്റ് എന്നാണ് കേട്ടോ. അത് നിറയെ നക്ഷത്രങ്ങളൊക്കെ ഉള്ള ഒരു രാത്രി, സ്റ്റാറി നൈറ്റ്. അപ്പൊ ഒരു നക്ഷത്രമാണ് ഇവിടെ പറയുന്നത്, ഒരു സ്റ്റാർ ആണ് പറയുന്നത്. I was a cute little star in the sky. I was happy there and shone so bright. I fell down one night from the sky. Oh dear friends, I lost my light. Now I rest on the ground so soft and cool. Still I miss my starry sky. Oh dear sky, please take me near. I want to shine and dance my dear. അപ്പോൾ താഴെ വീണ ഒരു നക്ഷത്രത്തിന്റെ ഒരു സ്റ്റാറിന്റെ പാട്ടാണ് അല്ലെ? എന്താ പറയണത്? ഐ വാസ് എ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദ സ്കൈ. ആകാശത്തിലെ ഒരു ചെറിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലിറ്റിൽ സ്റ്റാർ ആയിരുന്നു ഞാൻ. ഐ വാസ് ഹാപ്പി ദർ ആൻഡ് ഷോൺ സോ ബ്രൈറ്റ്. ഞാൻ ഒരുപാട് അവിടെ സന്തോഷത്തോടു കൂടെ തിളങ്ങി നിൽക്കുകയായിരുന്നു. ഐ ഫെൽ ഡൗൺ വൺ നൈറ്റ് ഫ്രം ദ സ്കൈ. ഒരു ദിവസം രാത്രി ഞാൻ ആകാശത്ത് നിന്ന് താഴെ ഭൂമിയിലോട്ട് വീണു. ഓ ഡിയർ ഫ്രണ്ട്സ്, ഐ ലോസ്റ്റ് മൈ ലൈറ്റ്. അതോടെ എൻ്റെ ലൈറ്റ്സ് എല്ലാം എനിക്ക് നഷ്ടമായി. നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. ഞാൻ ഇപ്പോൾ എവിടെയാണ്? ഗ്രൗണ്ടിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും എങ്ങനെയാണ്? നല്ല സോഫ്റ്റ് ആൻഡ് കൂൾ ആയിട്ടുള്ള ഗ്രൗണ്ടിലാണെങ്കിലും സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ. നിറയെ നക്ഷത്രങ്ങളിൽ എൻ്റെ ആകാശം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ഓ ഡിയർ സ്കൈ, പ്ലീസ് ടേക്ക് മീ നിയർ. ആകാശത്തിനോട് പറയണം, ഓ ഡിയർ സ്കൈ, ആകാശമേ എന്നെ വേഗം അങ്ങോട്ട് കൊണ്ടുപോകൂ. എനിക്ക് എൻ്റെ എൻ്റെ തിളക്കവും ഡാൻസും എല്ലാം എനിക്ക് തിരിച്ചു വേണം എന്ന് പറയണം. ആ കുട്ടി നക്ഷത്രം പറയുന്ന രൂപത്തിലുള്ള ഒരു പോമാണിത്. ലാസ്റ്റ് സെക്ഷൻ നമ്മുടെ പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. Who said the following dialogues? Write the speakers' names in the box. ഇവിടെ ഈ ലൂസി, ലക്കി, മിലി ഉണ്ട്. ഇവർ ഓരോരുത്തരും പറഞ്ഞ ഡയലോഗ്സ് ഉണ്ട്. ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ പേര് ഇവിടെ എഴുതുക. ഒന്നാമത്തെ, ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ എന്ന് ചോദിക്കുന്നത് ആരാണ്? ലക്കി. അടുത്ത, ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ. ആരാ പറയുന്നത്? ലൂസി. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ, ഇസ് ഇറ്റ് യുവേഴ്സ്? ചോദിക്കുന്നത് ആരാ? ലക്കി. അടുത്ത, നോ ദിസ് ഇസ് നോട്ട് മൈൻ. ആര് പറഞ്ഞതാ? മിലി. അടുത്തത്, ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്. ആര് പറഞ്ഞു? ലക്കി. നെക്സ്റ്റ്, ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ. ലക്കി തന്നെയാ പറയുന്നത് അല്ലേ? അടുത്തത്, സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം us. ആര് പറഞ്ഞു? ലൂസി. അടുത്തത്, ലെറ്റ്സ് വെയിറ്റ് ഹിയർ. ആരാ പറയുന്നത്? ലൂസിയാ പറയുന്നത് അല്ലേ? അപ്പൊ ഈ പാഠം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ പാഠത്തിന്റെ ചോദ്യോത്തരത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ റീഡ് ആൻഡ് റീജോയ്സിലുള്ള പോർഷനുള്ള ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്ന കരുതുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.